അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജോലി സംബന്ധമായിട്ട് തിരുവനന്തപുരത്ത് റെയിൽവേ ഇരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഈ സ്ത്രീ കാരണം എന്നെ വഴക്ക് പറയുകയും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനും നോക്കി. ഇന്നു നൈറ്റ് ഞാൻ അമ്പലത്തിൽ ഷൂട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷവും ഈ സ്ത്രീ ഇവിടെ ഉണ്ട്. എന്നിട്ടിപ്പോൾ ഞാൻ പോയി കംപ്ലൈൻറ്റ് പറഞ്ഞ് ഇവിടുത്തെ സ്റ്റാഫാണിത് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനായിട്ട് കച്ചറ ഉണ്ടായപ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞു. ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടും എന്നോട് SI സാറ് പറഞ്ഞു ഇവിടെ നിന്ന് പുറത്തു പോകാൻ. ഞാൻ നിരപരാധിയാണ്, ഞാൻ യാത്രക്കാരിയാണ്, ഞാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തൊരു വ്യക്തിയാണ്. ആ സാറിനെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. CBI സാറ് എനിക്ക് ഇതിനുള്ള പ്രതിഫലം കാണിച്ചു തരണം. കാരണം ഞാനൊരു കണ്ണിന് സുഖമില്ലാത്ത ആൾ, കൈക്ക് സുഖമില്ലാത്ത ആൾ, കാലിനും എല്ലാം കൊണ്ട് സുഖമില്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ജോലി സംബന്ധമായിട്ട് വന്നതാണ് ഇവിടെ. പിന്നെ അന്നപ്പോഴാണ് ഇവിടുത്തെ പൊങ്കാലയിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് വീഡിയോ കോൾ ഞാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്ത്രീ കാരണമാണ് എനിക്ക് പല പ്രശ്നങ്ങളും ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ സ്ത്രീ ഇവിടുത്തെ എന്താണ് റെയിൽവേ ഓഫീസർ എന്നാണ് പറഞ്ഞത്. പറയുന്നത് ഒരു കൂസലുമില്ല. നമ്മൾ പറയുമ്പോൾ കണ്ണോണ്ട് കളിയാക്കുകയും നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ പലരും ഉണ്ട്. ഞാൻ നല്ലൊരു ചെറിയൊരു യൂട്യൂബറാണ്. ഞാനൊരു വിഷമത്തിലും ബുദ്ധിമുട്ടിലും എല്ലാം ആക്കിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഈ മേമിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് ഇന്ന രാവിലെ പിടിച്ച് പുറത്താക്കാൻ നോക്കി. ഇപ്പോഴും എന്നോട് പറഞ്ഞത് പുറത്തു പോവാൻ. ഞാനൊരു തെറ്റ് ചെയ്തു. ആ നിൽക്കുന്ന സാറാണ് ആള്. എന്നോട് ഇവിടുന്ന് പുറത്ത് പോയിക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാനൊരു കാരണം ഒന്നും ചെയ്തിട്ടില്ല. BJP രാഷ്ട്രീയ BJP എന്ന് പറഞ്ഞു. BJP അവിടെ പ്രശ്നം ഇന്ത്യയിൽ പെട്രോൾ ട്രെയിൻ ടിക്കറ്റ് ആദ്യമായി പെട്രോൾ ടിക്കറ്റ് എന്റെ സ്വപ്നമുണ്ടാണ്. എന്റെ വേഗം സാധനമുണ്ട്. ഞാൻ യാത്രക്കാരിയാണ്. ഇന്നോടാണ് പറഞ്ഞത്. ഞാൻ യാത്രക്കാരി. ഞാൻ റോഡ് വരെ പോയിട്ട് കൊടുക്കും. നിങ്ങളോട് ഞാൻ തെറ്റ് ചെയ്തില്ല. എന്റെ ഏട്ടിരിക്കാതെ അവിടെ ഞാൻ രാവിലെ ട്രെയിനിൽ പോകാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഇരിക്കാൻ ഞാൻ കാര്യമാണ് വർത്താൻ പറയാം. എന്ത് ഞാനിപ്പോ വിളിക്കും തിരുവനന്തപുരത്തേക്ക്. ഞാൻ വിളിക്കും.